ഇപ്പോഴുള്ള അവസ്ഥ മാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നാം ഉയരണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം ദൈവം നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ പോകുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. നാം ദൈവകരങ്ങളിൽ എങ്ങനെ ആയിരിക്കണമെന്ന് പ്രവാചകൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രവചിക്കുകയാണ്. ഇപ്പോഴുള്ള അവസ്ഥ മാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നാം ഉയരണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം ദൈവം നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ പോകുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എന്റെ ഈ സ്ഥിതി മാറി, ഇന്നു കേട്ട പ്രവചന ശബ്ദം പോലെ എന്നെ ദൈവകരങ്ങളിൽ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ പ്രവചനത്തിലെ വാക്ക് ശ്രദ്ധിച്ച്, യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ളൊരു കിരീടമായി മാറും. സ്തോത്രം എന്ന് പറഞ്ഞാൽ നിന്റെ അവസ്ഥകളെല്ലാം മാറാൻ പോകും. ഇന്നലകളിൽ നിന്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും ചെയ്ത് സ്വജനത്തിനിടയിൽ തലകുനിച്ച് നടന്ന നിന്നോട് ദൂത് ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ കയ്യിലെടുത്ത് ഒരു ഭംഗിയുള്ള കിരീടമാക്കി വെക്കും. അടുത്ത വചനം കേട്ടോ, നിന്റെ ദൈവമായ യഹോവയുടെ കയ്യിൽ രാജമുടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നീ ഒന്ന് പ്രകാശിക്കാൻ പോവാ, നീ ഒന്ന് തിളങ്ങാൻ പോവാ. ഹല്ലേലൂയ. എന്റെ ഇരുളിമകൾ എന്ന് മാറും, എന്റെ അന്ധകാരങ്ങൾ എന്ന് മാറും, എന്ന് ഞാൻ ദൈവകരങ്ങളിൽ ഒന്ന് പ്രകാശിക്കുമെന്ന് ചോദിച്ച ചിലരോട് ദൈവം മറുപടി പറയുക. യെശയ്യാ മറ്റൊരു ഭാഗത്ത് പ്രവചിച്ചിട്ടുണ്ട്, നിന്നെ അവൻ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. പ്രവചനത്തിൽ വേറൊരു ഭാഗത്തുണ്ട്, അവൻ നിന്നെ കയ്യിലെടുക്കും, അവൻ നിന്നെ ഒരു മോതിരമാക്കി വെക്കും. ഇവിടെ ദൈവം നിന്നെ ഒരു കിരീടവും ഒരു രാജമുടിയാക്കി ദൈവം വെക്കാൻ പോകും. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ ഭംഗിയുള്ള ഒരു കിരീടമാക്കി എന്നെ മാറ്റണമേ. അനേകരുടെ മുമ്പിൽ ആ കിരീടം ശോഭിക്കുന്നത് പോലെ എന്റെ ശുശ്രൂഷ, എന്റെ പ്രാർത്ഥനാ ജീവിതം, എന്റെ പേഴ്സണൽ ലൈഫ്, ഹല്ലേലൂയ, എല്ലാം ദൈവത്തിന് സ്തോത്രം ഒരു ഭംഗിയുള്ള കിരീടം പോലെ പ്രകാശിക്കാനിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതല്ല, ശ്രേഷ്ഠമേറിയതൊന്ന് ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഒരു ഭംഗിയുള്ള കിരീടമായി, ദൈവകരങ്ങളിൽ ഒരു രാജമുടിയെ പോലെ ശോഭിക്കുന്നവരായി നിന്റെ മക്കൾ തീരട്ടെ കർത്താവേ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായും ദൈവകരങ്ങളിൽ ഒരു ഭംഗിയുള്ള കിരീടമായി നീ വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു.